ഹായ് ഗേയ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു കഥയാണ്. കഥയുടെ പേര് സെക്കൻഡ് ബെൽ. എല്ലാവരും കഥ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണേ. അപ്പോൾ പറയട്ടെ. ലച്ചു എന്ന മുത്തശ്ശിയുടെ വിളി കേട്ടാണ് ലക്ഷ്മി മിഴികൾ തുറന്നത്. സമയം 5 മണിയായിരിക്കുന്നു. ഇന്നത്തെ ദിവസം ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒന്നാണ്. അതെ, മുത്തശ്ശിയുടെ ലച്ചു ആദ്യമായി സ്കൂളിലെ അധ്യാപികയായി സ്ഥാനമേൽക്കുന്ന ആദ്യ ദിനം. അമ്മ തന്ന ചായയും മോന്തിയിട്ട് പെട്ടെന്ന് തന്നെ സ്നാനവും കഴിഞ്ഞ് അലക്കി തേച്ച് വെച്ച വടിവൊത്ത സാരിയും ഉടുത്ത് നന്നായി ഒരുങ്ങി പ്രഭാത ഭക്ഷണവും കഴിച്ച് എല്ലാ പേരുടെ യാത്രയും പറഞ്ഞ് ഇറങ്ങുന്ന നേരം മുത്തശ്ശിയുടെ മറ്റൊരു ചോദ്യം. മോളെ, തപാലോഫീസിൽ നിന്നും വന്ന പേപ്പർ എടുത്തു മുത്തശ്ശി എന്നും പറഞ്ഞ് മൂർധാവിൽ മുത്തശ്ശിയുടെ പതിവ് ചുംബനം വാങ്ങി അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് അവൾ വിദ്യാലയം ലക്ഷ്യമാക്കി നടന്നു. വിദ്യാലയത്തിലെത്തിയ ലക്ഷ്മി ആദ്യം പ്രധാന അധ്യാപകൻ്റെ മുറിയിലേക്കാണ് കയറിയത്. ശുഭദിനം പറഞ്ഞ് പ്രധാന അധ്യാപകൻ്റെ കയ്യിലേക്ക് അധ്യാപികയായി ചേരാനുള്ള പത്രികയും കൊടുത്തു. ആഹാ, താൻ +2 അധ്യാപികയാണല്ലേ? ഇന്ന് ആദ്യത്തെ പീരീഡ് കയറണമെന്ന നിർദ്ദേശവും കിട്ടിയതോടെ അവൾ സമയം നോക്കി അധ്യാപകനോട് പറഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് നടന്നു. ആ സമയം ആദ്യത്തെ ബെൽ മുഴങ്ങി. അവൾ അപ്പോൾ 4B ക്ലാസ്സിനടുത്തെത്തി. താൻ പഠിച്ച അതേ ക്ലാസ്, അതിന് ഒരു മാറ്റവുമില്ല. അവൾ ആ വാതിൽക്കൽ തന്നെ നിന്നപ്പോൾ ഈശ്വര പ്രാർത്ഥന തുടങ്ങി. തൻ്റെ എല്ലാമായ ഭവാനി ടീച്ചറെ അവൾക്ക് അപ്പോൾ ഓർമ്മ വന്നു. 4Bയിലെ ക്ലാസ് ടീച്ചർ. എപ്പോഴും തനിക്ക് ടീച്ചർ അല്പം സ്വാതന്ത്ര്യം തന്നിരുന്നു. പഠിക്കാൻ മിടുക്കിയായിരുന്ന തന്നെ ടീച്ചർ സ്വന്തം മകളെ എന്ന പോലെയാണ് കണ്ടിരുന്നത്. ടീച്ചറിൻ്റെ എല്ലാ ഉപദേശങ്ങളും നന്നായി തന്നെ മനസ്സിലാക്കി. അതേപോലെ ജീവിതത്തിൽ പകർത്തുമ്പോൾ തൻ്റെ അമ്മ തന്നെയാണ് ടീച്ചറെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് സ്വാധീനിച്ചു ടീച്ചറിൻ്റെ സ്നേഹത്തോടെയുള്ള ഉപദേശങ്ങൾ. അതായിരിക്കാം ഇന്ന് ഈ നിലയിൽ തൻ്റെ ജീവിതം എത്തിയത്. താൻ പഠിച്ച അതേ വിദ്യാലയത്തിൽ തന്നെ അധ്യാപികയാകാൻ സാധിച്ചതും. ഭവാനി ടീച്ചറിൻ്റെ ഓർമ്മകളും മുഖവും അവളെ ആ സമയം 4Bയിലെ ആ പാവാടക്കാരി കുട്ടിയാക്കി. പെട്ടെന്ന് സെക്കൻഡ് ബെല്ലടിച്ചു. അവൾ തൻ്റെ വലതു കൈ നീട്ടി മേ കമിൻ മിസ് എന്ന് പറഞ്ഞു. ക്ലാസ്സിലെ ടീച്ചർ എന്താ മിസ് എന്ന് ചോദിച്ച നിമിഷം ലക്ഷ്മി ഓർമ്മകളിൽ നിന്നും തിരിച്ചു വന്നു. സോറി മിസ്, ഞാൻ അറിയാതെ നിന്ന് പോയതാണ്. +2 ക്ലാസ്സിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് അവൾ ക്ലാസ്സിലേക്ക് പോയി. അപ്പോഴും സെക്കൻഡ് ബെല്ലിൻ്റെ ഒച്ച അവളുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു.